അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലിയാമ്പതിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ സ്വന്തം പാലക്കാട് നെല്ലിയാമ്പതിയിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നേരം പരപരാന്ന് വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കിടില സ്ഥലങ്ങളാണ്. ഏകദേശം പാലക്കാട് എത്തിയിട്ടേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ നല്ല തണുപ്പേനു പോകുമ്പോൾ രാവിലെ തന്നെ. ഇപ്പോൾ വൃശ്ചിക മാസം അതിനെ കൊണ്ട് നല്ല രീതിക്ക് തണുപ്പുണ്ട്. പിന്നെ നമ്മൾ വിറച്ച് കുളിര് കോരിയിട്ടാണ് ഗൈസ് പോയത്. അപ്പോൾ പോയപ്പോൾ എന്തായി കിടില സ്ഥലം എന്ന് പറഞ്ഞാൽ കിടില സ്ഥലം തന്നെയാണ് കാണാനുള്ളത്. ഇന്നത്തെ ഗൈസ് നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നെന്മാറ എത്തി. നെന്മാറയിൽ നിന്നൊരു നാടൻ ചായപ്പീടികയിലാണ് കയറിയത്. ഒറിജിനൽ പശുമ്പാലിനോട് ഉണ്ടാക്കുന്ന ചായൻ്റെ ടേസ്റ്റ് അന്നാണ് അറിഞ്ഞത്. ഫുഡ് ദോശ, സാമ്പാർ, ചമ്മന്തി, ചായ. നല്ല അടിപൊളി ദോശയും ചമ്മന്തിയോ അമ്പ കിടില്ല. നീ പുറത്താക്കിയത് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ താഴത്തിന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് നമ്മളെ വണ്ടി നമ്പറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. വേറെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ മല കയറി തുടങ്ങാം. നമ്മളെ വയനാട് ചുരം എങ്ങനെയാണോ ഏകദേശം അതുപോലത്തെയൊക്കെ തന്നെയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കൊക്കയാണ്. ചെറുപ്പുറത്ത് മല ഉണ്ടെങ്കിലും അപ്പുറത്ത് കൊക്കയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പോകണം എല്ലാവരും. റോഡൊക്കെ പറ്റ മോശമാണ്. കുറച്ച് റോഡ് അത്യാവശ്യം നല്ലതുള്ളൂ. ബാക്കിയൊക്കെ കുണ്ടും കുഴിയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരമാണ്. അപ്പോൾ നമ്മളെ വയനാട് ചുരം പോലെ തന്നെ വലിയതൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറേ കാണാൻസ് വ്യൂ പോയിൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനെ പാറകൾ, വെള്ളച്ചാട്ടവും അങ്ങനത്തെ ഒരുവിധം കാര്യങ്ങളാണ്. അതാണ് മല കയറുന്നത് കാണിക്കാത്തത്. മുകളിലെത്തിയിട്ട് ഇനിയിപ്പോൾ എന്താ നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെ വലുതായിട്ട് മലേൻ്റെ അകത്ത് സാധാ പോലെ തന്നെ നമ്മളെ വയനാട് ചുരം എങ്ങനെയാണോ സെയിം സാധനം തന്നെ. പിന്നെ അവിടെ ഇവിടെ കുറച്ച് പൊട്ടും പൊളിയും വണ്ടികൾ കുറവാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ലാസ്റ്റ് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മളെ വയനാട് ചുരമില്ല. വയനാട് ചുരത്തിൻ്റെ ഏകദേശം നമ്മളൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയില്ലേ, എല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണേ, താഴത്തെ റോഡിൻ്റെ വ്യൂ എടുക്കണേ, അതേപോലത്തെ ഒരു സ്ഥലത്തെത്തും. നമ്മൾ കുറച്ച് കൂടി മുന്നോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കിടിലനായിരുന്നു. അത്രയും അടിപൊളി സ്ഥലം തന്നെ പറഞ്ഞാൽ അടിപൊളി സ്ഥലം. മുകളിലേക്കൊക്കെ ഇനിയും പോകാനുണ്ട്. അവിടെ കുറേ സെക്ഷൻ ആയിട്ടാണുള്ളത് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെക്ഷനിലേക്ക് വേണ്ടിയിട്ടാണ് പോയത്. ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് പോകുമ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പെത്തി പറയാൻ പറ്റൂല, എന്നാലും ഏകദേശം ടോപ്പെത്തി. ഇനി കുറച്ചും കൂടി കയറാണ്ട് സ്ഥലങ്ങൾ കാണിച്ചു തരാം. നല്ല സ്ഥലം, കിട്ടുന്ന റോഡാണ്. അപ്പം ഇനി മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വലുതായിട്ട് കാണാനും പിടിക്കാനൊന്നും ഉണ്ടായില്ല. അതിനുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ടൗണിൽ നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒരു കിടില സ്ഥലമാണ്. അതേപോലെ തന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസും ഉണ്ട്. അതും കാണാൻ വേണ്ടി നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എത്തി. അപ്പോൾ ഈ നടുക്ക് കാണുന്ന റോഡാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം. ഇതില്ല സ്ഥലം. കിട്ടുന്ന സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെയും ബൈ.